ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഇന്നലെ മമ്മിയുടെയും ഡാഡിയുടെയും ഡിമ്പിളിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കുമായിരുന്നു ക്യാമറയിലൂടെ. അപ്പോൾ കാര്യമായിട്ട് കുറേ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും പുറത്തിറങ്ങിയ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഫോൺ എടുക്കാൻ പോലും മറന്നു കേട്ടോ. കാരണം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് വേഗം ചായ വെച്ചു. ഡാഡി എപ്പോഴും പറയാം നല്ലൊരു ചായ വെച്ച് തന്നേന്നാണ് പറയാം കേട്ടോ. അങ്ങനെ ഒരു 6:45 അവർ ബിസിനസ് കാര്യങ്ങൾക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചനും ചെറിയ വയ്യായികയുണ്ട് രാവിലെ തൊട്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും അത് സിവിയറായി. അങ്ങനെ ഞാൻ വേഗം രാത്രിയിലുള്ള കറിയൊക്കെ വെക്കാൻ റെഡിയാക്കി. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. വേഗം അത് ചെയ്യണം. പിന്നെ കുപ്പികളൊക്കെ തിളപ്പിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു കേട്ടോ, കാരണം പിള്ളേരെ കൊണ്ട് ഉറക്കണം. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വേഗം അലക്കാണ്. അതൊരു 12 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനെ ഞാൻ വെറും 2 മിനിറ്റിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് എടുത്തതാണ് സ്പീഡിൽ. അപ്പോൾ തോമുൻ്റെ യൂണിഫോം അലക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരുടെ എല്ലാ ഡ്രസ്സിൽ നിന്ന് ചാക്കോച്ചൻ അക്കിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഡ്രസ്സും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈയോടെ അലക്കാം. പിന്നെ ചാക്കോച്ചൻ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചു. കൈ എണ്ണാക്കിലിട്ടിട്ട് ഛർദ്ദിച്ചാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അവന് വയ്യാതെ വരുമ്പോൾ അവൻ അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ, അതായത് ആ ദിവസത്തെ ഫുൾ ഡ്രസ്സും പിള്ളേരുടെ അങ്ങ് വാഷ് ചെയ്തെടുത്തു. കാരണം മഴ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് ഉണങ്ങാനായിട്ട്. പ്രത്യേകിച്ച് യൂണിഫോമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വേഗം ചെയ്യുകയാണ്. എന്നാലും എൻ്റെ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല ഒന്നും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തുണി അലക്കുന്ന ദിവസം ആ സോപ്പ് വെള്ളത്തിൽ തന്നെ ബാത്റൂമിൻ്റെ ടൈൽസ് ഒന്ന് കഴുകിയിടും കേട്ടോ. ആ സോപ്പ് എന്തായാലും സോപ്പ് വെള്ളമാണ്, അത് കഴുകും. പിന്നെ ലാസ്റ്റ് നമ്മൾ കംഫർട്ടിൽ മുക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് ഞാൻ ഫുൾ തുടച്ചെടുക്കും. മറ്റേ മേൾഭാഗം ഫുള്ള് തുടച്ചെടുക്കും. അപ്പോൾ നല്ലൊരു മണം വരുമല്ലോ. എന്തായാലും ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കിനും ഈ പറയുന്ന പോലെ സോപ്പും പതയും ഒക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ ഡ്രസ്സിൽ. അപ്പോൾ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 2 ദിവസം കൂടുമ്പോൾ ആ വെള്ളത്തിലൊന്ന് തുടച്ചെടുക്കും. അല്ലാതെ ഡെയിലി ഉള്ള തുട വേറെ. അങ്ങനെ മടുത്തുവിടും. അതുകൊണ്ട് നടുവിന് ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇടയ്ക്ക് ഷെൽഫ് കഴുകി കൊടുക്കുന്നുണ്ട്. ബോഡി വാഷ് വീണിട്ട് അവിടെ ഒരു സോപ്പിൻ്റെ കറ പോലെ. അപ്പോൾ ഞാനത് വേഗം കഴുകുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ബാത്റൂം ഫുള്ള് കഴുകിയെടുക്കുക കേട്ടോ. തുണി ഒന്ന് മുങ്ങുന്ന സമയം കൊണ്ട്. പിന്നെ ഡ്രൈ ഷീറ്റ് ഉണക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച്. എങ്ങനെയെങ്കിലും ഉണക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. മഴയായാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോഴത്തെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു, 10:30-11:30 ആയിട്ടുണ്ടായിരുന്നു അലക്കി കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ എൻ്റെ കംഫർട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇത് എപ്പോഴോ ഞാൻ വാങ്ങിച്ചതാണ്. ശരിക്കും തോമു സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് എനിക്കിത് യൂസായി തുടങ്ങിയത് കേട്ടോ. അങ്ങനെ രാവിലെ വന്ന് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു സാധനം ഉപ്പുമാവാണ്. അപ്പോൾ അത് വെച്ചു. ചോമൂന് ചപ്പാത്തി റോളാണ്, അപ്പോൾ അത് റെഡിയാക്കണം. അപ്പോൾ എല്ലാം റെഡിയാക്കി ഞാനും ഭക്ഷണം കഴിച്ച് അവരെല്ലാവരും പോയി. ഡിമ്പിൾ ഡ്രൈവിങ്ങിനും പോയി, മമ്മി ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ഗരം മസാല ഇന്നലെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതായത് വറക്കാൻ കുറച്ച്, അതായത് ആദ്യം പട്ടയൊക്കെ ഇട്ട് വറുത്തിട്ടാണ് ഞാൻ ബാക്കിയൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ വേഗം ലഞ്ച് വെച്ചിട്ട് വേണം ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ചെയ്യാൻ. കാരണം ഇന്നലെ എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചാക്കോച്ചൻ ഇന്നലെ നല്ല സുഖമായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ വീഡിയോ തന്നെ കാര്യമായിട്ട് എനിക്ക് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ വേഗം അവസാനിപ്പിക്കണം. കാരണം 12 മണിക്കെങ്കിലും ഇട്ടില്ലേ പോലും ഒരു 1 മണി ആകുമ്പോഴെങ്കിലും എനിക്ക് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. അങ്ങനെ ഒരു 11:30 ആയപ്പോൾ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞത്. ചോറ് വെച്ചു, ഇന്ന് കറി. അപ്പോൾ ഡിമ്പിൾ ഓൾറെഡി മെനു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോര് അടിച്ചതോ അല്ലെങ്കിൽ മോര് കാച്ചിയതോ, പിന്നെ ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസ് ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ പച്ചമോരടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് സിമ്പിളായിട്ട് അവസാനിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ വേഗം ഞാനത് ഒതുക്കി വെച്ചിട്ട് ഇനി ബാക്കി എഡിറ്റിങ്ങിലേക്ക് പോവാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ റൂമിൽ വന്നിട്ട് എൻ്റെ ലഞ്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അടുക്കളയൊക്കെ ഒതുക്കി. ഇനി ചാക്കോച്ചൻ വയ്യാത്തതുകൊണ്ട് ആകെ ഇറിറ്റേഷനാണ് കേട്ടോ. ഭയങ്കര വാശിയാണ്. ഇന്നലെ രാത്രി ഒരു 1 മണിയാകുമ്പോൾ ഒന്ന് ചിണുങ്ങി എഴുന്നേറ്റു. പിന്നെ എങ്ങനെയൊക്കെയോ ഡോൺ ചേട്ടൻ തട്ടിപ്പൊത്തി ഉറക്കിയിട്ടാ. പിന്നെ 2 മണിയായപ്പോൾ എണ്ണീറ്റിട്ട് 4:30-5 മണി വരെ കാത്തു കാണണം, ബ്ലിപ്പി കാണണം, കാത്തു കാണണം, ചുമ്മാ കരയുക. അതിൻ്റെ ഇടയ്ക്ക് അവന് ശ്വാസം മുട്ടൽ വന്നു. ആകെ മൊത്തം അയ്യോ എനിക്ക് വയ്യ. എന്നെ ഒരു 5:30 വരെ ഉറക്കിയിട്ടില്ല അവൻ. ഞാൻ റൂമിൽ വന്നത് തന്നെ ഒരു 12:30 കഴിഞ്ഞപ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ തുണി അലക്കാനുണ്ടായിരുന്നു, അത് വിരിച്ചിട്ടു. പിന്നെ കുളിച്ചു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക്
ചാക്കോ അവിടുന്ന് ഉറങ്ങി വന്നതുകൊണ്ട് തന്നെ ചാക്കോ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് ഉറങ്ങാത്തത് കൊണ്ട് എൻ്റെ പ്രെയർ റുട്ടീൻ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം പെൻഡിങ് വെച്ചാൽ പിന്നെ അത് മടിയാവും. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ഒരു സമയം അപ്പോഴത്തേനും അപ്പനും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് തുടങ്ങി. സത്യം പറഞ്ഞാൽ അന്ന് ആ സൺഡേയിലെ പോലെ തന്നെ ഇന്നും എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര ഡിസ്റ്റർബ്ഡ് അവനെ പിന്നെ നെബുലൈസ് ചെയ്തു രാത്രി. അങ്ങനെ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ആദ്യം സത്യം പറഞ്ഞാൽ പാച്ചൂരാണ് സാറ്റർഡേ നൈറ്റ് തൊട്ട് ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയത്. അപ്പോൾ അതേ ഡിമ്പിളിനും വയ്യ. എനിക്ക് ചാക്കോടെ ഇരുന്നിരുന്നത് റണ്ണിങ് നോസും കഫും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം ആയാലേ പ്രശ്നമാണ്. എനിക്കറിയില്ല, ഭ്രാന്ത് പിടിക്കുക മനുഷ്യന്. ഇനിയിപ്പോൾ തുണി മടക്കി വെച്ചത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോൺചാട്ടിന് ഇന്നലെ ചോദിക്കുക എന്തേ തുണി ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് ഇതുവരെ എടുത്ത് റൂമിലോട്ട് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. പിള്ളേർ കബോർഡ് ഇതുവരെ റെഡി ആക്കിയിട്ടില്ല. ബിസി ആയത് ഒരു കണക്കിന് നല്ലതാണ്. എനിക്ക് ഈ തുണി മടക്കലാണ് എനിക്ക് കൂടുതലും പെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. മടക്കലല്ല, മടക്കി ഞാൻ അപ്പം തന്നെ വെക്കും, റൂമിലോട്ട് കയറ്റുന്നതാണ്. കാരണം ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിലോട്ട് റൂമിലോട്ട് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല 12 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണം എനിക്ക് വോയിസ് ഓവർ എടുക്കാനും അപ്ലോഡ് ചെയ്യാൻ കൊടുക്കാനും അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ മേളം ഒക്കെ ആയിട്ട് തോന്നുമ്പോൾ കറക്റ്റ് 12:20 ആകുമ്പോൾ ഡോൺചേട്ടൻ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു 12 ആകുമ്പോൾ വിളിച്ചുകൊണ്ട് വന്നാൽ പോരെ, എന്തിനാ ഈ 12:20 പോയി 12:15 ഡോൺചേട്ടൻ അവിടെ ചെല്ലുമെന്ന് തോന്നുന്നു. അങ്ങനെ വന്ന് പിന്നെ ഡോൺചേട്ടൻ അത് അങ്ങനെ ആവും. സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഡാഡിയുടെയും മോൻ്റെയും ഫുഡ് റൊട്ടീൻ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 8:30 ആയപ്പോൾ തന്നെ അവർ രണ്ടുപേരും കഴിച്ചു. ഇപ്പോൾ ഡോൺചേട്ടൻ ഉച്ചയ്ക്ക് ഡാഡി ഉഴപ്പാണ് കേട്ടോ. ശരിക്കും ഡാഡിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ പോവാം. മമ്മി ഞാൻ എപ്പോഴും പറയാം, പക്ഷെ ഡാഡിക്ക് പോയി വന്നിട്ട് കഴിച്ചാൽ ഒരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും നമ്മൾ കറക്റ്റായി ഫുഡ് റൊട്ടീൻ എന്ന് പറയുന്നത്. ചായ കുടി ഇപ്പോഴും ലേറ്റ് തന്നെയാണ് നമ്മൾ, കാരണം അവരൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോകുള്ളൂ. കാരണം മമ്മിയൊക്കെ ലേറ്റായിട്ട് ഉറങ്ങണ കൂട്ടത്തിലാണ് രാത്രി. അപ്പോൾ ഉച്ചയ്ക്കാണ് മമ്മി ഒന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ പോയി ഡിസ്റ്റർബ് ചെയ്യാം. പിന്നെ നമ്മൾ പോയതിന് ശേഷം ഞാനോ ഡിമ്പിളോ അല്ലെങ്കിൽ മമ്മി ഉറങ്ങിയിട്ടില്ല. മമ്മിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങണത് ഇഷ്ടമില്ല, പക്ഷേ ക്ഷീണം കാരണം ഉറങ്ങുന്നതാണ്. ഞങ്ങളും പറയും മമ്മിക്ക് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന്. അങ്ങനെ അല്ലെങ്കിൽ മമ്മി വെച്ചേക്കും അല്ലെങ്കിൽ ഞാൻ വെക്കും, അങ്ങനെയാണ്. അപ്പോൾ ചായ വെക്കും. പക്ഷെ രാത്രിത്തെ ഡിന്നർ മാത്രം ഞാൻ മാക്സിമം നേരത്തെ കഴിക്കാൻ 8:30 ആകുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുമെങ്കിലും അവരിപ്പോഴും ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ കഴിച്ചിട്ടിരിക്കാം. സംഭവം ബിസിനസ്സൊക്കെയാണ്, അതൊക്കെ അറിയാം. ബിസിനസ്സിൽ നമ്മൾ ഇരുന്ന ആ ഒറ്റ ഇരിപ്പിൽ കാര്യം ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ട് പറയും ഡോൺചേട്ടൻ കഴിക്കും. അപ്പം ഡോൺചേട്ടൻ കഴിച്ച് പിള്ളേരോട് കുറച്ച് നേരം ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ മുകളിൽ വന്നിട്ട് ഇപ്പോൾ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം പിടിച്ചു വെക്കും, അല്ലെങ്കിൽ കെറ്റിൽ വെള്ളം വെച്ച് ചൂടാക്കി ബക്കറ്റിലാക്കി വെച്ചിട്ട് ഞാൻ മുകളിൽ കൊണ്ടുവരാമെന്ന് പറയണം. പിന്നെ രണ്ടുപേരെ കുളിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് ഡോൺചേട്ടനെ അടുത്ത് പിള്ളേരെ ആക്കിയിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് കുളിക്കുകയും പാലക്കാരുണ്ടെങ്കിൽ അലക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് ചെയ്യുക. പിന്നെ പ്രെയർ റൊട്ടീൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ തീർക്കും. കാരണം ആ ഉറങ്ങണ സമയത്ത് എനിക്ക് പറ്റുള്ളൂ. ചാക്കോ ഉറങ്ങണം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പ്രെയർ ഇപ്പം ബാക്ക് ടു പിന്നെയും അത് മസ്റ്റായിട്ട് ആ റൊട്ടീൻ വേണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് തുണിമടക്ക പിന്നെയും പെൻഡിങ് ആയത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടുമ്പം അതായത് ചാക്കോ ഉറങ്ങുമ്പോഴേ ഡോറ് തുറന്ന് ഇവൻ സിറ്റ് ഔട്ടിൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം അവൻ്റെ പ്രായം ഇപ്പോൾ അതാണ്. ഓട്ടിപ്പോയി ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ പോയാൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണ് പിന്നെ മഴയുമാണ്. ഒന്ന് കണ്ണ് തെറ്റിയാൽ വെള്ളത്തിൽ കളിയും, ഒന്ന് തെന്നിപ്പോയാൽ താഴോട്ട്. നമ്മൾ ടൈൽസ് ആയതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ ഈ ടോയ്സ് വലിച്ചിടല എല്ലാ അമ്മമാരും പറഞ്ഞ പോലെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെല്ലാം ഒതുക്കി വെക്കും, രാവിലെ ആകുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാൻ 3 പ്രാവശ്യം ടോയ്സ് എടുത്ത് വെക്കുന്നുണ്ട്. പോരാത്തതിന് ബാത്റൂമിൽ കൊണ്ടുപോയി ടോയ്സ് വെച്ച് കളിക്കൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഓൺലൈനായിട്ടും അല്ലാണ്ട് നമ്മുടെ സ്റ്റോഴ്സിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്. എനിക്കതൊരു ഷോപ്പിംഗ് ഹാള് പോലെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മീൻസ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് മേ ബി അത് യൂസ്ഫുൾ ആകാം എന്ന്. പിന്നെ ഞാൻ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഷോപ്പിംഗ് ഹാള് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നും പറയാം കേട്ടോ. ഞാൻ ആ കവർ പൊട്ടിച്ചേ ഇല്ല, നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് മീൻസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് അതെടുക്കാം. ഇല്ലെങ്കിൽ
എന്താണ് വേണ്ട, ഞാനത് അറേഞ്ച് ചെയ്ത് അതായത് സ്ഥാനങ്ങളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ മീൻസ് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ വിചാരിച്ചു ഇന്ന് ഇനി വീഡിയോ ഇടണ്ട, അങ്ങനെ പോട്ടെ. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഒരു മടിയായിട്ട് മാറും കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഡോൺ ചാറ്റിൻ്റെ ബർത്ത്ഡേ, അമ്മയുടെ ബർത്ത്ഡേ, അങ്ങനെ ബർത്ത്ഡേ മയമാണ് 2-3 ദിവസത്തേക്ക് ഇനി. അപ്പോൾ ഡോൺ ചാറ്റിന് സത്യം പറഞ്ഞാൽ ഇന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാൻ ഞാൻ വിചാരിച്ചിരുന്നതാണ്. പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു സാധനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകാൻ ഇരുന്നാണെങ്കിലും ചാക്കോച്ചിന് വയ്യാണ്ടായി. പിന്നെ ഡിമ്പിൾ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ പറ്റില്ല. ഇന്ന് അക്കിയൊക്കെ എയർപോർട്ടിൽ പോയേക്കാണ്, ഡയോൺ ചേട്ടൻ വരും. അപ്പോൾ ചാക്കോച്ചനെയും ഒരു നിവൃത്തിയില്ല, അവനെ കൊണ്ടുപോകാനും അവന് അത്രയ്ക്കും വയ്യ. അപ്പോൾ അവനെ കൊണ്ടുപോയാൽ എനിക്കത് എക്സ്ട്രാ പണിയാവും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നാളെ പറ്റിയാൽ പോവാം, ഇല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ്. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഡോൺചേട്ടനോട് തന്നെ, അപ്പോൾ ഡോൺചേട്ടൻ തന്നെ താല്പര്യമില്ലേ, നോക്കണം. തോന്നുന്നെങ്കിൽ ചാക്കോച്ചനെ ഡിമ്പിളിൻ്റെ അടുത്ത് ആക്കിയിട്ട് തോമുവിനെ കൊണ്ടുപോകണം. ഡിമ്പിൾ പറഞ്ഞത് എല്ലാവരും ആക്കിയിട്ട്, പക്ഷെ അത് ശരിയാവില്ല. ആരും ഇല്ലെങ്കിൽ തോമു നിൽക്കും. പക്ഷെ ഇവർ രണ്ടുപേരും പാച്ചും തോമും കൂടെ കൂടിയാൽ ചിലപ്പോൾ ഒരു ജഗട വരും ചില സമയങ്ങളിൽ ആരും ഇല്ലെങ്കിൽ. അതൊരു ഞാൻ പറഞ്ഞില്ല, എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പോകണമെങ്കിൽ ചാക്കോച്ചനെ നിർത്തിയിട്ടാണ് പോകണം നല്ലത്. നോക്കിയിട്ട് ഇന്ന് ഓക്കെ ആണെങ്കിൽ ഇന്ന് പോകും, അല്ലെങ്കിൽ നാളെ പോകും. നാളെ മസ്റ്റായിട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെയും അവൻ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുപോകാം, 1 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല അവസാനം ഡോൺചാൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. ഒരു കംബാക്ക് എന്ത് പറഞ്ഞാലും ഞാൻ കുറച്ച് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. പക്ഷെ ആ തിരിച്ചു വരുന്ന വരവിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. അപ്പോൾ ടിഫിൻ ബോക്സ് സീരീസ് ആക്ച്വലി ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്താലോ എന്ന് വരെ ആലോചിക്കുകയാണ്. കാരണം തോമു കഴിക്കുന്ന സാധനങ്ങളെ ഞാൻ കൊടുത്തു വിടാറുള്ളൂ, ചിലപ്പോൾ അത് റെപ്പിറ്റീഷൻ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബോറടി ആവുമോ എന്നുള്ളത് എനിക്കൊരു സംശയമായി തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.